മഴ ഉണ്ടെന്ന് ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു. പിന്നെ ഇന്നലെ വന്നതിന് ശേഷം ഞാൻ ഒക്കെ അടുക്കി വെച്ച് ഉമ്മച്ചി പോണ സമയത്തൊന്ന് കരഞ്ഞു. ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പല സമയത്തായിട്ടോ പർച്ചേസ് ചെയ്യണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഹോസ്റ്റലിൽ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ഡ്രൈവിങ്ങിന് ടെസ്റ്റ് ഡേറ്റ് എടുക്കുക ചെയ്തത്. പിന്നെ അതൊക്കെ പെട്ടെന്ന് ക്ലാസ്സായി, അങ്ങനെ ടെസ്റ്റും പെട്ടെന്നായി. അങ്ങനെ ഇന്നത്തെ വെച്ചിടലും വെട്ടിടലും റോഡും ഒക്കെ കഴിഞ്ഞു. ഞാനൊരു വിധമായി. നാളെയാണ് ടെസ്റ്റ്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോവാം. ടെസ്റ്റ് അടുപ്പിച്ചിട്ടും അതുപോലെ ഹോസ്റ്റലിൽ പോവാൻ ആയൊക്കെ ഒരു സമയത്തുണ്ടല്ലോ, പർച്ചേസിങ്ങും ടെസ്റ്റ് ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ്സും എല്ലാം കൂടിയായിട്ട് നല്ലൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങനെയാണ് മാറി. ടെസ്റ്റൊക്കെ പാസ്സായപ്പോൾ അതങ്ങനെ മാറി. പിന്നെ ഈ വീഡിയോ എനിക്ക് എടുക്കാൻ വലിയ മടി ഉണ്ടായിട്ടില്ല. ബാക്കിയുള്ള വീഡിയോ ഒക്കെ ഞാൻ കുറേ ആയിട്ട് വീഡിയോ എടുക്കാതായതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പോരാൻ. ഹോസ്റ്റലിലൊന്നും ഇന്നേ വരെ നിന്നിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. പിന്നെ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ പോണ കാര്യമാണ് ഓർമ്മ വന്നിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാനും ഒക്കെ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എന്തായാലും പോകാനല്ലേ പറ്റുള്ളൂ. അങ്ങനെ 6:30 KSRTC ബസ്സിനാണ് അവിടെ നിന്ന് പോകുന്നത്, സ്റ്റാർട്ട് ചെയ്തത് യാത്ര. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് എത്തിയത്. ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേറൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. കുറേ നേരം യാത്ര ചെയ്യേണ്ടതല്ലേ, അപ്പോൾ പിന്നെ ഞാൻ മുഖത്തൊന്നും ഇട്ടിരുന്നില്ല. കുറച്ച് ദിവസമായിട്ടൊന്നും മുഖത്തങ്ങനെ ചെയ്യാറില്ല. എന്തായാലും അറിയാം, KSRTCയിലൊക്കെ പോകുമ്പോൾ എത്രയോ പ്രാവശ്യം ഉറങ്ങുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഉറങ്ങണ്ടെന്ന് വിചാരിച്ചു വെച്ചാലും എപ്പോഴേലൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഷൊർണൂർ സ്റ്റേഷനാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഷൊർണൂർ സ്റ്റേഷൻ കാണണത്. അങ്ങനെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഈ ട്രെയിനിനെ പറ്റിയിട്ടൊന്നും അങ്ങനെ കയറിയിട്ടോ ഒന്നും ഒരു ശീലമല്ല. അങ്ങനെ ബസ് ചെങ്ങന്നൂർ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കോഴഞ്ചേരിക്കുള്ള ബസ് മാറിക്കയറണം. എന്നിട്ട് പിന്നെ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കണം. എന്തായാലും ബക്കറ്റും കപ്പും ഒക്കെ വാങ്ങാനുണ്ട്. ഏതായാലും ഇനി അടുത്തത് ഫുഡ് കഴിക്കാന്നുള്ള പരിപാടിയാണ് ഉള്ളത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറി അവിടെ ചെറുതായിട്ട് എൻ്റെ ഫോണൊക്കെ ഒന്ന് മറന്നു വെച്ചു. പിന്നെ അത് പോയി എടുത്തു, അപ്പോൾ തന്നെ ഓർമ്മ ഉണ്ടായതുകൊണ്ട്. പിന്നെ ഹോസ്റ്റലിൽ എത്തിയ വീഡിയോ അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല, കാരണം വെച്ച് പോവൊക്കെ ആയപ്പോൾ പിന്നെ എനിക്ക് സങ്കടമൊക്കെ ആയി. പിന്നെ അങ്ങനെ എല്ലാം റെഡിയാക്കി വെക്കലും ഒക്കെ ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കലൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ, കുറച്ച് ചെറുത് മാത്രം. അപ്പോൾ ഇൻട്രോ ഒക്കെ ആയിട്ട് ഞാൻ കൊടുത്ത വീഡിയോ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. ടെസ്റ്റ് പ്രമാണിച്ചിട്ട് ഒരു 1 വീക്ക് ലീവ് എടുത്തത് കൊണ്ട് തന്നെ കുറേ പഠിക്കാനും എഴുതാനും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ എനിക്കിഷ്ടമായി, കുഴപ്പമില്ല. ഫുഡാണെങ്കിലും ഒക്കെ നല്ല ഫുഡാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ വേറെ ഇടാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.